പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിന മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ധാമി ഭഗവദ്ഗീതേ ഭവേദേശിണീം. ഭഗവാൻ നാരായണൻ സ്വയം അർജുനനോടുപദേശിച്ചതും പൗരാണിക മുനിയായ വേദവ്യാസ മഹർഷി മഹാഭാരതത്തിന്റെ മധ്യത്തിൽ കോർത്തതും അദ്വൈതമാകുന്ന അമൃതം വർഷിക്കുന്നതും 18 അധ്യായങ്ങളോടുകൂടിയതും ഭഗവതിയുമായ ശ്രീമദ് ഭഗവദ്ഗീതേ, അമ്മേ, ഞാൻ സംസാരനാശിനിയായ അവിടുത്തെ അനുസ്മരിക്കുന്നു. നമോസ്തുതേ വ്യാസ വിശാലബുദ്ധേ ഫുല്ലാരവിന്ദായതപത്രനേത്ര യേന ത്വയാ ഭാരത തൈലപൂർണ പ്രജ്വലിതോ ജ്ഞാനമയ പ്രദീപ. മഹാഭാരതമാകുന്ന എണ്ണ നിറച്ച് ജ്ഞാനമയമായ ദീപം ജ്വലിപ്പിച്ച് ലോകത്തിന് വെളിച്ചം പകർന്നവനും വിടർന്ന താമരപ്പൂവിന്റെ ഇതളുകൾ പോലുള്ള കണ്ണുകളുള്ളവനും വിശാലബുദ്ധിയുമായ വേദവ്യാസ മഹർഷിക്ക് നമസ്കാരം. പ്രപന്ന പാരിജാതായ തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. ശരണാർത്ഥികളുടെ അഖിലാശങ്ങളെയെല്ലാം നിറവേറ്റുന്നവനും ചമ്മട്ടിയും കോലും കയ്യിലേന്തിയവനും ജ്ഞാനമുദ്ര പിടിച്ചവനും ഗീതാമൃതം കറന്നവനുമായ ഭഗവാൻ ശ്രീകൃഷ്ണനു നമസ്കാരം. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സഃ സുധീർഭോക്താ ദുഗ്ധം ഗീതാമൃതം മഹത്. എല്ലാ ഉപനിഷത്തുക്കളും പശുക്കളും കറവുകാരൻ ശ്രീകൃഷ്ണനും പശുക്കിടാവ് അർജുനനും പാൽ ഗീതാമൃതവുമാണെന്ന് കരുതിയാൽ അതു ഭുജിക്കുന്നവർ ബുദ്ധിമാന്മാരാകുന്നു. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. വസുദേവന്റെ പുത്രനും കംസചാണൂരന്മാരെ വധിച്ചവനും ദേവകീക്ക് പരമാനന്ദം നൽകുന്നവനും ജഗദ്ഗുരുവുമായ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഞാൻ വന്ദിക്കുന്നു. ഭീഷ്മൻ, ദ്രോണൻ എന്ന 2 കരകളും ജയദ്രഥനാകുന്ന ജലവും ഗാന്ധാര നീലോത്പല ശല്യഗ്രാഹവതി കൃപേണ വഹനി കർണേന വേലാകുല അശ്വത്ഥാമ വികർണ ഘോര മകര ദുര്യോധനാവർത്തിനി സോത്തീർണ ഖലു പാണ്ഡവൈ രണനദി കൈവർത്തകഃ കേശവഃ. ഭീഷ്മൻ, ദ്രോണൻ എന്ന 2 കരകളും ജയദ്രഥനാകുന്ന ജലവും ഗാന്ധാരനെന്ന കറുത്ത പാറയും ശല്യനെന്ന മുതലയും കൃപനെന്ന ഒഴുക്കും കർണനെന്ന വേലിയേറ്റവും അശ്വത്ഥാമാവ് വികർണൻ എന്നീ ഭയങ്കര സ്രാവുകളും ദുര്യോധനനെന്ന ചുഴിയും കൊണ്ട് ഇറങ്ങാൻ വയ്യാത്ത പടക്കളമാകുന്ന പെരുമ്പുഴ കടത്തുകാരനായ ഭഗവാന്റെ കനിവും മാത്രം കൊണ്ട് ആ പാണ്ഡവന്മാർ കടന്നു കരപറ്റി. പരാശര്യവചഃ സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകകേസരം ഹരികഥാ സംബോധനാ ബോധിതം ലോകേ സജ്ജനഷഡ്പദൈരഹരഃ പേപീയമാനം മുദാ ഭൂയാദ് ഭാരതപങ്കജം കലിമലപ്രധ്വംസി ന ശ്രേയസേ. പരാശര മഹർഷിയുടെ പുത്രനായ വ്യാസന്റെ വാക്കുകളാകുന്ന നിർമ്മലമായ സരസിലുണ്ടായതും ഗീതയുടെ പൊരുളാകുന്ന സുഗന്ധം പരത്തുന്നതും പല വിധത്തിലുള്ള ആഖ്യാനങ്ങളാകുന്ന അല്ലികളുള്ളതും ശ്രീകൃഷ്ണന്റെ കഥകളെ നന്നായി ബോധിപ്പിച്ച് വിടർന്നു നിൽക്കുന്നതും ലോകത്തിലെ സജ്ജനങ്ങളാകുന്ന വണ്ടുകൾ ദിവസവും വന്ന് തേൻ കുടിക്കുന്നതും മഹാഭാരതമാകുന്ന താമരപ്പൂവ് നമ്മുടെ കലിമലത്തെ അകറ്റുന്നതാകട്ടെ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാ തമഹം വന്ദേ പരമാനന്ദമാധവം. ആരുടെ കൃപയാലാണോ മൂകൻ വാഗ്മിയാകുന്നത്, മുടന്തൻ മല കയറുന്നതും പരമാനന്ദ സ്വയൂപനായ ആ മാധവനെ ഞാൻ വന്ദിക്കുന്നു.